പ്രിയപ്പെട്ടവരെ, ഈ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമുക്ക് ഈ മനസമാധാനം എന്ന് പറയുന്ന സാധനം ഇല്ലെങ്കിൽ ഈ ഉള്ളത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും പലരും പറയുന്ന കാര്യമാണ്, വീട്ടിൽ ചെന്ന് കയറിയ ഒരു മനസമാധാനവും കിട്ടുന്നില്ല, എപ്പോഴും ടെൻഷനാണ്, ഒരുപാട് പ്രയാസങ്ങൾ വീട്ടിനുള്ളിൽ അനുഭവപ്പെടുന്നു എന്നൊക്കെ. ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. ഒരു മനുഷ്യനെ ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഉണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതയ്ക്ക് അവൻ്റെ ജീവിതവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. എന്നാൽ ഇതൊന്നും അല്ലാതെ നമ്മുടെ വീടിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം മാനസിക അസ്വസ്ഥ ഉണ്ടാകുന്ന പലരുമുണ്ട്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇവർ വീട്ടിന് പുറത്ത് വളരെ ഹാപ്പി ആയിട്ട് കാണപ്പെടും, എന്നാൽ വീട്ടിന് ഉള്ളിലേക്ക് വന്ന് കയറുമ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുക. കാര്യം അത്രയും നേരം ഇല്ലാത്ത ടെൻഷൻ വരിക, അത്രയും നേരം ഇല്ലാത്ത കലഹം ഉണ്ടാവുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീട്ടിനുള്ളിൽ സംഭവിക്കും. എന്നിട്ട് ഇവർ വീട് വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ പതിയെ പതിയെ ആ പ്രയാസങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും. എത്രയോ പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഇല്ലേ? നമ്മൾ ഇതിനെ എങ്ങനെ നിരീക്ഷിച്ചാൽ നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമ്മുടെ മനസ്സമാധാനത്തെ കെടുത്തുന്ന ചില നെഗറ്റീവ് തരംഗങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വിശ്വാസത്തെ മുഖവിലേക്ക് എടുക്കുന്നവർ ഈ വീടുകളിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലെ ആ സംഘർഷം ഒന്ന് കുറയുകയും പതിയെ പതിയെ മനസ്സമാധാനം കൈവരാനും കഴിയുന്നതാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇത്തരം മനസ്സമാധാനത്തെ കെടുത്തുന്ന, സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന, വഴക്കിനെയും എപ്പോഴും ശത്രുതയെല്ലാം ഉണ്ടാക്കുന്ന വസ്തുതകൾ ഉണ്ടോ എന്ന് നിരീക്ഷിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മാറ്റുക. കാരണം മനുഷ്യ ജീവിതത്തിൽ സമാധാനമില്ലാതെയുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ കഠിനതരം തന്നെയാണ്. നമുക്ക് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ കൂടി ഇപ്പോൾ നടത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാം. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുക. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കാൻ കഴിയുക. ഇത് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റികളെ ക്ഷണിച്ചു വരുത്തുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇരുളടഞ്ഞ മുറികൾ എന്നുള്ളതാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുപ്രകാരം നോക്കുകയാണെങ്കിൽ നല്ല വായുസഞ്ചാരം വേണം, മുറിക്കകത്ത് നല്ല പ്രകാശം വേണം. ഇവയൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഘടകമാണ്. എന്നാൽ ചില വീടുകളിൽ കൃത്യമായ വായുമാർഗങ്ങൾ ഉണ്ടാവില്ല, മുറിക്കകത്ത് എപ്പോഴും ഇരുള് ആയിരിക്കും. അങ്ങനെയുള്ള വീടുകളിൽ എപ്പോഴും മനസ്സമാധാനക്കേട്, രോഗങ്ങൾ, മറ്റ് ദുരിതങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിൽ പരമ പ്രാധാന്യം കൊടുക്കുകയാണ്. വീട്ടിനകത്ത് വെളിച്ചമില്ലാതെ കിടക്കരുത്. എങ്ങനെയായാലും ആ വീട്ടിനകത്ത് ആ വെളിച്ചം കിട്ടുന്ന മാർഗങ്ങളെ നമ്മൾ അവലംബിക്കണം. പണ്ട് വീടുകളിലെ മുകളിൽ കണ്ണാടി ഓടൊക്കെ വെച്ചിട്ട് വീടിനകത്ത് എപ്പോഴും പ്രകാശം കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഓല വിളഞ്ഞ വീടുകളാണെങ്കിൽ പ്രത്യേകിച്ച് പ്രകാശത്തിൻ്റെ കാര്യമൊന്നുമില്ല. വർഷത്തിൽ കുറേ സമയം എന്താണ് ഇങ്ങനെ ഓല കീറിൻ്റെ ഇടയിലൂടെ പ്രകാശം അകത്ത് വന്നുകൊണ്ടിരിക്കുക. കുറച്ച് പഴകുമ്പോൾ മൊത്തം ഓട്ടയാവും. അങ്ങനെ പ്രകാശം വർഷത്തിൽ മിക്ക സമയത്തും പ്രകാശം അകത്തെത്തുന്ന തരത്തിലൊക്കെ തന്നെയായിരുന്നു. പിന്നെ ചെറിയ റൂമുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രകാശത്തിന് വന്ന് പ്രവേശിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല. പിന്നെ വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കിടന്ന് ഉറങ്ങുകയാണ്. രാത്രി എന്നുള്ള സമയത്തിന് പിന്നെ വെളിച്ചത്തിൻ്റെ പ്രാധാന്യം അവർക്കില്ലായിരുന്നു. അങ്ങനെ ഗ്രാമ്യമായിട്ടുള്ള വീടുകളിൽ കുഴപ്പമില്ല. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മളെ വീടുകളിൽ എല്ലായ്പ്പോഴും കുറേ നേരമെങ്കിലും ആൾക്കാർ ഉണർന്നിരിക്കുന്നതാണ്. അപ്പോഴെല്ലാം മുറിക്കകത്ത് ലൈറ്റ് ഇടാതെ മങ്ങിയ വെളിച്ചത്തിലൊക്കെ കാണപ്പെടുന്നത് അവിടെ ദുർഗ്രാഹ്യമായിട്ടുള്ള, നെഗറ്റീവായിട്ടുള്ള എനർജികളുടെ പാസിങ്ങിന് കാരണമാകും. അത് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എണ്ണ ചോരുന്ന വിളക്ക് എന്നുള്ളതാണ്. നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ നല്ല ശുദ്ധമായ വിളക്കാകണം, ഭംഗിയുള്ള ഐശ്വര്യമുള്ള വിളക്കാകണം എന്നുള്ളതാണ്. എണ്ണ ചോർന്നുകൊണ്ടിരിക്കുന്ന വിളക്കാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈശ്വരാധീനം കുറഞ്ഞു വരുന്നതിന് കാരണമാകും. എണ്ണ ചോരുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, തിരി ഇങ്ങനെ ചേർത്തിട്ട് നിറയെ എണ്ണ ഒഴിച്ചിരിക്കും, അതിൽ കൂടെ ഇറ്റ് നിലത്തേക്ക് വീഴുന്നതാണ്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് പിന്നീട് അത് പറ്റി തുടങ്ങുമ്പോൾ അടുത്ത എണ്ണ ഒഴിക്കുക. അങ്ങനെയുള്ള കാര്യം കൊണ്ട് നമുക്ക് ഈ എണ്ണ ചോർച്ച ഒഴിവാക്കാം. 1-2 തുള്ളി ഒലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന് വിളക്കിനൊരു തുളയുണ്ടെങ്കിൽ ആ എണ്ണ മുഴുക്കൻ നിലത്ത് തൂവിപ്പോവും.
അത് വളരെ ഐശ്വര്യക്കേടാണ്. അത്തരം വീടുകളിൽ കലഹപ്രവണതയും ഈശ്വരാധീനക്കുറവും ദൃശ്യമാകും. മൂന്നാമത്തെ കാര്യം കന്നിമൂലയിലെ ഡ്രെയിനേജ് എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഏതാണ്ട് വാസ്തുവിൽ അറിയാവുന്നുള്ളൊരു കാര്യമാണ് കന്നിമൂലയിൽ കക്കൂസ് പാടില്ല എന്നുള്ളത്. പലയിടത്തും കന്നിമൂലയിൽ ഇപ്പോൾ കക്കൂസ് ഇല്ല, ഉള്ളതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പല വീടുകളിലും കന്നിമൂല ഭാഗത്തൂടെ ഡ്രെയിനേജ് പൈപ്പുകൾ കടന്നു പോവുക, അല്ലെങ്കിൽ പുറത്താണെന്ന് കരുതിയിട്ട് അവിടെ ഡ്രെയിനേജ് കുഴികൾ എടുത്തിടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കന്നിമൂലയിൽ ഇത്തരം അഴുക്ക് വസ്തുക്കൾ കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് ഈശ്വരാധീനം കെട്ടുപോവുകയും ഒപ്പം തന്നെ കലഹപ്രവണത, മനസ്സമാധാനക്കേട് മുതലായവ ദൃശ്യമാവുകയും ചെയ്യും. നാലാമത്തെ കാര്യം മാറാല പിടിച്ച കോണുകൾ എന്നുള്ളതാണ്. ചില വീടുകൾ നമ്മൾ നോക്കുമ്പം കാണാൻ പറ്റുന്നത് ഇതിൻ്റെ ചുവരിൻ്റെ 4 ഭാഗത്ത്, ആ കോണുകളുടെ ഭാഗത്ത് 1-2 ഭാഗത്തൊക്കെ ഇങ്ങനെ മാറാല ചിലന്തി ഇങ്ങനെ വലകെട്ടിയിരിക്കുന്നതായിട്ട് കാണാം. ഇത് വളരെ അശുഭകരമായിട്ടുള്ള കാര്യമാണ്. വീട്ടിൽ മൂദേവി വാസം ഉണ്ടാകാൻ വലിയൊരു കാരണമാണിത്. ഇതിങ്ങനെ കാണപ്പെടുന്ന വീടുകളിൽ മിക്കപ്പോഴും കലഹപ്രവണത, അതുപോലെ തന്നെ ദുർനിമിത്തങ്ങൾ ഇവയൊക്കെ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ്. രോഗാരിഷ്ടതകളൊക്കെ ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടും. തീർച്ചയായിട്ടും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. അഞ്ചാമത്തെ കാര്യം വന്നു കയറുന്ന നായ്ക്കൾ എന്നുള്ളതാണ്. വളർത്തുമൃഗങ്ങളെ പലർക്കും ഇഷ്ടമാണ്. ചിലരാകട്ടെ എവിടെയെങ്കിലുമൊക്കെയുള്ള മൃഗങ്ങളെ കൊണ്ടുവന്നൊക്കെ വളർത്തും. എന്നാൽ വീടുകളിലേക്ക് പട്ടി കടന്നു വരുന്നതും അത് നമ്മുടെ വീടിൻ്റെ പടിക്കലൊക്കെ താവളം ഉറപ്പിക്കുന്നതും ചിലപ്പോൾ വീട്ടിൽ തന്നെ കയറി കിടക്കുന്നതൊക്കെ ഗുണകരമല്ലാത്ത ലക്ഷണമാണ് പറയുന്നത്. അതായത് നമ്മൾ വളർത്തുന്നത് വെളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നോ മറ്റോ വളർത്തുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് വന്നു കയറി നമ്മുടെ വീട്ടിൽ ആധിപത്യം ഉറപ്പിക്കുന്ന തരത്തിലുള്ള നായ്ക്കൾ, അത് നമ്മുടെ വീട്ടിലെ കലഹപ്രവണതയും നെഗറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളെ സമ്മാനിക്കുന്നതിന് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആറാമത്തെ കാര്യം നിലവിളക്ക് തെളിയിക്കാത്ത ഭവനം എന്നുള്ളതാണ്. നമുക്കറിയാം, ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ, ഭക്തിയുള്ള ആൾക്കാരെല്ലാം തന്നെ വീട്ടിൽ സന്ധ്യാനേരത്തെങ്കിലും നിലവിളക്ക് തെളിയിക്കാറുണ്ട്. എന്നാൽ ചിലർ നിലവിളക്ക് തെളിയിക്കുന്നതിൽ ഇച്ചിരി മടിയൊക്കെ കാണും, അലംഭാവം കാണും. ഈ വീടുകളിൽ ഈശ്വരവിലാസം പതിയെ പതിയെ കുറഞ്ഞു വരും. ചിലപ്പോൾ തുടർച്ചയായിട്ട് എല്ലാവർക്കും വിളക്ക് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം, പല കാരണങ്ങളായിരിക്കും. പക്ഷെ കഴിയുന്ന സമയത്തെങ്കിലും നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളത് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമായിരിക്കും. കാര്യം ഈശ്വരവിലാസം നമ്മുടെ വീട്ടിൽ കുറഞ്ഞു വരുമ്പം വീട്ടിനകത്ത് തന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. വീട്ടിനകത്ത് എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. നമ്മൾ പല കാരണങ്ങളെ അന്വേഷിക്കും. ചിലപ്പോൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും, നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, ആവലാതികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വീട്ടിലെ ഈശ്വരവിലാസക്കുറവ്, ഈശ്വരാധീനക്കുറവ് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുകയില്ല. ഒപ്പം തന്നെ വീട്ടിലെ അസ്വസ്ഥതകൾ കൂടി വരികയും ചെയ്യും. ഏഴാമത്തെ കാര്യം അംഗഭംഗം വന്ന പ്രതിമകൾ, ചിത്രങ്ങൾ ഇവയാണ്. അതായത് നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള പ്രതിമകളും, പ്രത്യേകിച്ച് ഈശ്വര ചിത്രങ്ങൾ, ഈശ്വരൻ്റെ പ്രതിമകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് അംഗഭംഗം വന്ന രീതിയിൽ കാണപ്പെടാൻ പാടില്ല. ചിത്രങ്ങളാകട്ടെ കീറിയ നിലയിൽ കാണപ്പെടാൻ പാടില്ല. ഇത് ഈശ്വരാധീനത്തെ കുറയ്ക്കുന്ന കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ പറ്റുന്ന കേടപാടുകളാണെങ്കിൽ നമുക്ക് പരിഹരിച്ചു വയ്ക്കുക. അല്ലാത്തതാണെങ്കിൽ നമ്മൾ അതിനെ നിമജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് പുതിയത് നമുക്ക് മേടിച്ചു വയ്ക്കാം. പക്ഷേ ഒരു പ്രതിമയുടെ പകുതി ഭാഗം വരെ തകർന്നുപോയി, ഒരു കൈയില്ല, ചെവിയില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അതിനെ വെച്ച് പൂജിക്കുകയോ അല്ലെങ്കിൽ അലങ്കരിച്ച് വെച്ചേക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതാണ്. ആ വീട്ടിലെ ഈശ്വര കടാക്ഷം കുറഞ്ഞേക്കും. അത് വീട്ടിനകത്തെ മനസ്സമാധാനത്തെ കെടുത്തുന്നതാണ്. എട്ടാമത്തെ കാര്യം കമിഴ്ത്തിയ അമ്മിക്കല്ല്, ആട്ടുകല്ല് മുതലായവയാണ്. അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ മുൻകാലങ്ങളിലാണ് ഈ അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ മിക്സി, ഗ്രൈൻഡറൊക്കെ വന്നപ്പോൾ ഇവ കാണാനേ ഇല്ല. എങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇതിനെ എടുത്ത് ചിലർ കമിഴ്ത്തി ഇട്ടയ്ക്കും. അതായത് ഇത് അരയ്ക്കേണ്ട ഭാഗത്തെ കമിഴ്ത്തി അങ്ങ് ഇട്ടയ്ക്കും. അങ്ങനെ ഒരിക്കലും അമ്മിക്കല്ലും ആട്ടുകല്ലും ഒന്നും കമിഴ്ത്തി ഇടാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊന്നും കയറി കിടക്കാതിരിക്കാൻ ഒരു കവറിങ് ഒക്കെ ചെയ്ത് അതിനെ അതേപടി തന്നെ നിലനിർത്തുക. കമിഴ്ത്തിയിട്ട് വയ്ക്കുകയാണെങ്കിൽ അത് അന്നപൂർണേശ്വരി ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ കുറഞ്ഞു പോകാൻ കാരണമാകും. അത് ഒരു ഗുഡ് ഹെൽത്ത് വീട്ടിൽ കിട്ടാതെ ആക്കും. അതുമൂലം തന്നെ ഭക്ഷണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, ഭക്ഷണ വൈകല്യങ്ങൾ ഇവയൊക്കെ കൂടുതലായിട്ട് വരും. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഒൻപതാമത്തെ കാര്യം വീടിന് അകത്തും പുറത്തൊക്കെ ബീഡി കുറ്റികൾ, അതിൻ്റെ പുക ഇവയൊക്കെ കാണപ്പെടുക എന്നുള്ളതാണ്. ഈ ദുർശീലങ്ങളിൽ ഒന്നാണല്ലോ ബീഡി വലി അല്ലെങ്കിൽ സിഗരറ്റ് വലി എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ പുക വീട്ടിനകത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് അവിടെയുള്ള ഊർജ്ജത്തെ കെടുത്തുന്ന ഒന്നായിരിക്കും. മാത്രമല്ല ഇത് വലിക്കുന്ന മാത്രമല്ല, ഇതിൻ്റെ കുറ്റികൾ വീടിൻ്റെ പരിസരങ്ങളിൽ ചിതറിച്ചിടുന്നത്, അതുപോലെ നീട്ടി മുറുക്കാൻ തുപ്പിയിടുന്നത്, ഇതൊക്കെ വീട്ടിൽ അമംഗളകരമായിട്ടുള്ള കാര്യമാണ്. ഈശ്വരാധീനത്തെ കെടുത്തുന്നതാണ്. വീട്ടിലെ മനസ്സമാധാനം പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന കാര്യമാണ്. ഇതുപോലെ നമുക്ക് മദ്യത്തെയും മദ്യക്കുപ്പികളെയും പറയാറുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വീട്ടിനകത്ത്
സംഘർഷങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതാണ്. ഇത് പരമാവധി ഒഴിവാക്കേണ്ടതാണ്. 10ാമത്തെ കാര്യം പൊട്ടിയ അടുപ്പ് എന്നുള്ളതാണ്. ഇന്നേ കാലത്ത് പലരും ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടിയ അടുപ്പൊന്നും അധികം കാണാൻ സാധ്യതയില്ല. എന്നാൽ പഴയ വീടുകളിലും ചിലപ്പോൾ ഗ്യാസിന് പുറമെ അടുപ്പ് ഉപയോഗിക്കുന്നവരിലും ഈ അടുപ്പ് മണ്ണടുപ്പുകളുണ്ടല്ലോ, അത് ഇങ്ങനെ പൊട്ടി തകർന്ന നിലയിൽ കാണപ്പെടും. ഈ പൊട്ടി തകർന്ന അടുപ്പുകൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അവിടെ കലഹപ്രവണത, മനസ്സമാധാനമില്ലായ്മ, വീട്ടിനകത്ത് ഒരുപാട് നെഗറ്റീവുകളുടെ സഞ്ചലനം ഇവയൊക്കെ ഉണ്ടായി വരാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പരിഹരിക്കുക അല്ലെങ്കിൽ മാറ്റി സ്ഥാപിക്കുകയാണ് ഉത്തമം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതിൽ ലളിതമായിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ ചില പരിഹാരങ്ങൾ, മാറ്റങ്ങളൊക്കെ നിങ്ങൾ വരുത്തി വെക്കുമ്പോൾ നിങ്ങളുടെ വീടിനകത്തൊരു സമാധാനം വന്നുകൂടും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക, അതിനൊരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായി വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.